ഇപ്പൊ ഇവരോട് ഇംഗ്ലീഷിൽ 10 സെന്റൻസ് പറയാൻ പറഞ്ഞു. അല്ല, അത് സോറി ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ല, ഞാൻ ഈ ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. ആവശ്യമുള്ളിടത്ത് മാത്രമേ ഇംഗ്ലീഷ് ഉപയോഗിക്കാവുള്ളൂ. അത്രയും കൾച്ചർ ഇല്ലാത്ത ആൾക്കാരോട് നമ്മൾ അങ്ങനെ സംസാരിക്കരുത്. ഷേക്സ്പിയറിന്റെ പഠിച്ചത് മനോരമ മാസ്കോമില് ഭയങ്കര പേരിയത്തെ കോളേജൊക്കെയാണ്. അവിടെ പഠിച്ചാൽ മനോരമ കിട്ടുമെന്ന് പറഞ്ഞു. മനോരമയ്ക്ക് എല്ലാത്ത കഴിവിലും വിശ്വാസം ഉണ്ടായിരുന്നു. എന്റെ കഴിവിൽ തീരെ വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ മനോരമ പോയിട്ട് കേരളത്തിലൊരു പത്രം എടുത്തില്ല. നമ്മുടെ മുതലാളി എന്ന് പറഞ്ഞ ആളെ കുറിച്ച് നമുക്ക് കുറെ സങ്കല്പങ്ങളുണ്ടല്ലോ. അതെല്ലാം മാച്ച് ചെയ്യുന്ന ഒരാളായിരുന്നു. സാറ് കയറി വരുമ്പോ നമ്മൾ എഴുന്നേറ്റ് നിക്കണം, സാറെന്ന് വിളിക്കണം, എഴുന്നേറ്റ് നിക്കണം, റെസ്പെക്ട് ചെയ്യണം. കാരണം അവരും അങ്ങനെ ഇതിനെ കണ്ടപ്പോ തന്നെ എനിക്ക് ഇതാണ് മുതലാളി, ഇതിനെങ്ങനെ മുതലാളി. 2016 ഈ സംരംഭം തുടങ്ങിയിട്ട് ആദ്യം കാണാൻ പോകുന്ന ആള് കുറെ കഥ പറഞ്ഞു. ഇതുപോലെ കുറെ മാഗസീൻസ് ഉണ്ട്. തുടങ്ങിയ ജയിക്കൂല, നീ നല്ല ചായ കുടിക്കും, നിനക്ക് പണി തരാം, എന്നിട്ട് പോയിക്കോ, ഇതൊന്നും ചോദിച്ചു വരണ്ടെന്ന് പറഞ്ഞു. കുറെ പേര് സപ്പോർട്ട് ചെയ്തപ്പോൾ ആദ്യത്തെ 10 പേര് ഇങ്ങനെയായിരുന്നു. സ്പാർക്ക് തുടങ്ങിയപ്പോ എല്ലാവരും എന്നോട് പറഞ്ഞു 30 മിനിറ്റിന് മുകളിലുള്ള ഒരു ഇന്റർവ്യൂ ആര് കാണാനാണ്, ഒരു മനുഷ്യനും ഇത് കാണില്ല എന്ന് പറഞ്ഞു. അവർ പോകാൻ നേരത്തെ ഒരു ഭിക്ഷക്കാരനോട് കാണുന്ന പോലെ നമ്മളോട് പറയും അടുത്ത ദിവസം വരുമ്പോ എന്ന് പറയും. ആ ഒരു സാധനത്തിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ ആൾക്കാർ എന്താ പറയുന്നത്, രംഗൂനെ നമുക്ക് അറിയാട്ടോ, നമ്മുടെ സുഹൃത്താണ്, അല്ലെങ്കിൽ സംരംഭത്തിന്റെ ഉറക്ക കാലഘട്ടത്തിൽ ഞാനില്ലായിരുന്നു കേട്ടോ എന്ന് പറയും. അത് ഭയങ്കര അഭിമാനം. ഈ ഒഴിവാക്കി വിട്ടിയ എല്ലാ ആൾക്കാരും കൂടെ നിർത്തുന്ന ഒരു സക്സസ് ആണ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു ബിഹൈൻഡ് ദ സീൻസ്. ഇന്ന് ബിഹൈൻഡ് ദ സീൻസില് 2 അടിപൊളി ഒരു ഗസ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഇവരെ പ്രത്യേകിച്ച് വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും നൽകി നമ്മുടെ പ്രേക്ഷകരെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. ഇവരുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആരാണ്. രംഗു ആൻഡ് അന്ന സൂസൻ. നമസ്കാരം ചേട്ടാ ചേച്ചി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. നമസ്കാരം. ഇവരാരാണെന്ന് പറഞ്ഞു. എന്റെ സംരംഭം എന്നാ അല്ലെ, സ്പാർക്ക് സ്റ്റോറീസിലൂടെ ഒക്കെ ഒരുപാട് മോട്ടിവേഷനിലൂടെ ഇവരെ പരിചയപ്പെട്ട 2 വ്യക്തികളാണ്. ഒരുപാട് മോട്ടിവേഷൻസ് കാര്യങ്ങളല്ലേ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഡെയിലി. കുറെ പേര് ദാരിദ്ര്യം കേൾക്കാറുണ്ട്, വിജയിച്ചു കേൾക്കാറുണ്ട്. ഇതിൽ ഏത് കേൾക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? വിജയിച്ചത് കേൾക്കാനാണ്. എന്നാലും ഈ ഡെയിലി ഇങ്ങനെ മോട്ടിവേഷൻ, ഓരോരുത്തരുടെ സക്സസ്, ദാരിദ്ര്യത്തിൽ നിന്ന് ഇങ്ങനെ വന്നു അങ്ങനെ വന്നു, അപ്പൊ ഡെയിലി നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് പവറിലൂടെ നിറഞ്ഞു നിൽക്കുന്ന 2 വ്യക്തികളാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. കുറെ പേര് തോറ്റുപോയത് കേൾക്കാം. തോറ്റുപോയിട്ട് സക്സസ്ഫുൾ ആകാറില്ലേ? തോറ്റുപോയ ആൾക്കാർ കഥ പറയാൻ വരാത്തോണ്ടാ. എല്ലാ ആൾക്കാരും വിചാരം നിങ്ങൾ കൊണ്ടുവരുന്ന എല്ലാ ആൾക്കാരും 100 കോടിയാണല്ലോ 100 കോടിയാണല്ലോ. പക്ഷെ ഒരു ചിരിക്കേണ്ടതല്ല, ഒരു യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് തോറ്റുപോയവരുണ്ട്. അവർക്ക് ഫ്രണ്ടിൽ വന്ന് കഥ പറയാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തോറ്റുപോയവരുടെ ഒരു സീരീസ് തുടങ്ങിയാലൊന്ന് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അന്നേരം കഥ വേണം തുടങ്ങാൻ. അല്ല, അത് സത്യമാണ്. കാരണം ഞാൻ ഒരു 24 വയസ്സ് വരെ എന്റെ മനസ്സിൽ ഞാൻ സക്സസ്ഫുൾ ആയിട്ട് വളർന്നു വന്നു, പഠിച്ചു, ജോലി മേടിച്ചു, കല്യാണം കഴിഞ്ഞു, മോനുണ്ടായി. നമുക്ക് ഒരു അല്ല അതൊക്കെ അല്ല അങ്ങനെ കല്യാണം കഴിച്ചു, കൊച്ചുണ്ടായി, പഠിത്തം ജോലിയും പറഞ്ഞു, ജോലി ഞാൻ പറഞ്ഞു. പ്ലസ് 2 തോറ്റു, ഡിഗ്രിക്ക് തോറ്റു. ഇപ്പൊ ഇവരോട് ഇംഗ്ലീഷിൽ 10 സെന്റൻസ് പറയാൻ പറഞ്ഞു. അല്ല, അത് സോറി ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ല, ഞാൻ ഈ ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. ആവശ്യമുള്ളിടത്ത് മാത്രമേ ഇംഗ്ലീഷ് ഉപയോഗിക്കാവുള്ളൂ. നമ്മുടെ ആ ഒരു വൈബൊക്കെ സെറ്റായി മാത്രമാണ് സംസാരിക്കാവുള്ളൂ. അത്രയും കൾച്ചർ ഇല്ലാത്ത ആൾക്കാരോട് നമ്മൾ അങ്ങനെ സംസാരിക്കരുത്. ഇംഗ്ലീഷ് നമ്മുടെ ആ ഒരു നമ്മള് ഷേക്സ്പിയറിന്റെ ബുക്കൊക്കെ വായിച്ചിട്ടാണ് നമ്മൾ വളർന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ആ ഒരു നമ്മുടെ ഒരു തോട്ട് ലെവലിൽ ചിന്തിക്കുന്ന ആൾക്കാരോട് നല്ല പാർട്ട്നേഴ്സ് ആണല്ലോ നിങ്ങള്. നിങ്ങളുടെ ആ ഒരു ജേർണി, ഒരു ദിവസമൊക്കെ എങ്ങനെയായിരിക്കും? നല്ല വണ്ടർഫുൾ ആയിരിക്കും അല്ലേ? ദിവസം വരുന്ന കൂടെ ഞങ്ങളുടെ കൂടെ വരുന്നവരൊക്കെ പറയാറുണ്ട് ഉച്ചയാകുമ്പോ ഒന്ന് വണ്ടി നിർത്തും, ഞങ്ങൾ എങ്ങനെയെങ്കിലും തന്നെ തിരിച്ചു. അല്ല, ഞാൻ ആദ്യം വിചാരിച്ചില്ല, എന്നെ പോലെ തന്നെ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിട്ട് നിങ്ങൾ 2 ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കും എന്നാട്ടോ ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ചത്. രംഗുവിന്റെ ഏറ്റവും വലിയ വിഷമം അതാ. കാരണം രംഗു പൊതുവെ അങ്ങനെ കല്യാണം കഴിഞ്ഞൊക്കെ പറയാൻ ഇച്ചിരി മടിയാ. ഇങ്ങനെ എവിടെയെങ്കിലും ഞാനും ഞങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ പോവാണെങ്കിൽ ഒരു നല്ല പെൺകുച്ചിനെയൊക്കെ കാണുവാണെങ്കിൽ രംഗു അപ്പൊ തന്നെ മോളെ അളിയൻ വന്നില്ല എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ 2 പേരും അങ്ങ് പെങ്ങന്മാരാണ്. അപ്പൊ രംഗുവിനെ സംബന്ധിച്ചത് പുറത്ത് പറയുന്ന അത്ര താല്പര്യമില്ലാത്ത കാര്യമാണ്. 40-40 വയസ്സായിരുന്നെങ്കിലും രംഗുവിന്റെ ആഗ്രഹം വളരെ ചെറുപ്പമായിട്ടിരിക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഓഫീസിലെ പ്രത്യേകതയുണ്ട്, എല്ലാം ജെൻസി കുട്ടികളെ എടുത്തേക്കുന്നത്. രംഗു രാവിലെ അവരുടെ അടുത്ത് പോയിട്ട്, സാധാരണ ഒരു ഓഫീസിലൊക്കെ രാവിലെ നമുക്ക് നടക്കുന്നത് നമ്മുടെ തലേദിവസത്തെ റിപ്പോർട്ട് മീറ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ മന്ത്ലി മീറ്റിംഗ്, സെയിൽസ് മീറ്റിംഗ് ഒക്കെയാണ്. നമ്മുടെ ഓഫീസിലെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജെൻസിയുടെ വൈബ്
വൈബിനെ കുറിച്ച്, അതായത് സിറ്റുവേഷൻഷിപ്പ് എന്താണ്, ബെഞ്ചിങ് എന്താണ്, ഇതൊക്കെയാണ് രാവിലത്തെ മീറ്റിംഗ്. ഒറ്റയ്ക്ക് ഇരുന്നാ മതിയായിരുന്നല്ലേ അല്ലേ? എനിക്ക് വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ചോദിച്ചു മനസ്സിലാക്കാൻ എനിക്ക് അതൊക്കെ ഓൾറെഡി അറിയാം. അതെ, ഇത് ഒറ്റയ്ക്ക് ഇരുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അന്ന ചേച്ചി പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ എന്താ പറഞ്ഞ, ഞാൻ ഡ്രസ് എടുത്തിട്ടില്ല, മേക്കപ്പ് ചെയ്തില്ല, നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടാണ് ഇപ്പൊ അന്ന ചേച്ചി ഇരിക്കുന്നത്. പ്രേക്ഷകന്റെ ആരാധകർക്ക് അപ്പം ഞങ്ങൾ നിർബന്ധിച്ചാണ് അന്ന ചേച്ചി ഇരിക്കണം, അന്ന ചേച്ചി ഇരിക്കണം എന്ന് നിർബന്ധിച്ചിരുത്തി. ഇപ്പൊ എന്ത് തോന്നുന്നു, അന്ന ചേച്ചി ഇരുത്തിയതിൽ നമുക്ക് അഭിമാനിക്കാമോ കൂടെ? അല്ല, അങ്ങനെ വിജയം എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റി. അതെ, അതല്ല, ഇതൊക്കെ നിക്കട്ടെ. ഈ ഇപ്പൊ ഒരുപാട് മോട്ടിവേഷണൽ അല്ലെങ്കിൽ ബിസിനസ് ഓൺടർപ്രണേഴ്സിനൊക്കെ ഇന്റർവ്യൂ കുറച്ച് ചാനൽസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ മേലെയായിരുന്നു നിങ്ങളുടെ ഒരു എന്റെ സംരംഭം ഇത് തുടങ്ങാനുള്ള ഐഡിയ ആരുടെയായിരുന്നു? ഇങ്ങനത്തെ ഐഡിയാസിലൊക്കെ സാധാരണ പഠിച്ചാറുള്ളത്. അതെന്താ വേറിട്ട് ചിന്തിച്ച? കാരണം അന്ന് ഈ യൂട്യൂബ് വ്ളോഗിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ചിന്തിക്കാം, ഇങ്ങനത്തെ ഒരു മേഖലയിലേക്ക് പോകാൻ എന്താ ചിന്തിക്കാൻ കാരണം? നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് വന്നതല്ല. ഓക്കെ, ഈ ആക്സിഡന്റൽ ആയിട്ട് സംഭവിക്കാന്നൊക്കെ നമുക്ക് എഴുതാൻ മാത്രമേ അറിയുള്ളൂ. ബേസിക്കലി ഞങ്ങൾ ജേർണലിസ്റ്റുകളാണ് രണ്ടുപേരും. അപ്പൊ എഴുതാൻ നന്നായിട്ടല്ല, തരക്കേടില്ലാണ്ട് എഴുതുക. നന്നായി എഴുതുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, തരക്കേടില്ലാതെ എഴുതുക. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു നമുക്കൊരു മാഗസിൻ തുടങ്ങാന്നൊക്കെ പറഞ്ഞു. ഒരു ഇൻവെസ്റ്റർ വന്നിട്ട് പറഞ്ഞു ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ കച്ചവടം സെറ്റ് ആയല്ലോ, ഇൻവെസ്റ്റർ ആയി, എഴുതാൻ നമുക്കറിയാം. വണ്ടി എടുത്തു, സ്റ്റാർട്ടാക്കി തുടങ്ങാന്ന് വെച്ചപ്പോ പുള്ളി പറഞ്ഞു എന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇത്ര, നിന്റെ എത്രയാന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അപ്പൊ അവിടെ നിന്ന് ഗുഡ് ബൈ പറഞ്ഞ് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. അല്ല, അത് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോ മനസ്സിലായി ഉള്ള പണി പോയിന്ന്. തിരിച്ചങ്ങോട്ട് അഹങ്കാരത്തോടെ എല്ലാവരും പറഞ്ഞിട്ടുള്ള സ്വന്തമായിട്ട് തുടങ്ങുക. അങ്ങനെ തുടങ്ങിപ്പോയതാ. അപ്പൊ ഒരു ഗതിയില്ലാതെ കളിക്കുന്ന മാർഗം കളി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു മാർഗം ഇല്ലാതെ ഒരു കളി കളിച്ചിട്ട് തുടങ്ങിയതാണ് സംരംഭം. അന്ന് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ തുടങ്ങിപ്പോയി. തിരിച്ചു പോകുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിലാണല്ലോ തുടങ്ങാതിരിക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇതൊന്നും പുറപ്പെട്ടു, പക്ഷെ അമ്മാത്തെത്തിയില്ല. 2016. അപ്പൊ നേരത്തെ എവിടെയായി ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്ന? എവിടെയായിരുന്നു ആദ്യം പഠിച്ചത്? മനോരമ മാസ്കോമില്, ഭയങ്കര പേര് കേട്ട കോളേജൊക്കെയാ. അവിടെ പഠിച്ചാൽ മനോരമ കിട്ടുമെന്ന് പറഞ്ഞു. മനോരമയ്ക്ക് എല്ലാവരുടെ കഴിവിലും വിശ്വാസം ഉണ്ടായിരുന്നു, എന്റെ കഴിവിൽ തീരെ വിശ്വാസം ഉണ്ടായില്ല. എന്നെ അവരെടുത്തില്ല. അങ്ങനെ മനോരമ പോയിട്ട് കേരളത്തിലൊരു പത്രം എടുത്തില്ല. എന്നെ മനോരമ. ഞാൻ പഠിച്ചത് മോസ്കോമിലല്ല, ഞാൻ പഠിച്ചത് കോതമംഗലത്ത് ഒരു എൽദോമാർ ബിസിനസ് എന്ന് പറഞ്ഞ കോളേജിൽ. അപ്പൊ ഞാനത് കഴിഞ്ഞപ്പോ എന്റെ ഒരു ചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് മംഗളത്തിൽ, ഇപ്പോഴും മംഗളത്തിലെ മാസം 5000 രൂപ അങ്ങോട്ട് തരാൻ മംഗളത്തിലായിരുന്നു ചേട്ടായി വർക്ക് ചെയ്യുന്നത്. ചേട്ടായി ഇപ്പോഴും തൊടുപുഴ ബ്യൂറോയില് തൊടുപുഴ സീനിയർ ഫോട്ടോഗ്രാഫറാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ അവിടെ ഇന്റേൺഷിപ്പിന് കയറി. അപ്പൊ അവിടെ നിന്ന് എന്നോട് അവിടുത്തെ സാറ് പറഞ്ഞു, മോളെ ഇങ്ങനത്തെ പത്രത്തിൽ നിന്ന് മോള് സമയം കളയണ്ട, നല്ല പഠിച്ചൊക്കെ കഴിയുമ്പോ നല്ല ജോലി കിട്ടും, അപ്പൊ ആ ഒരു ഫീൽഡ് തന്നെ നോക്കിയാൽ മതി, TV അങ്ങനെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പിന്നെ അവിടെ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു, അതിലൊരു കപ്പാസിറ്റി ആരോ പറഞ്ഞല്ലോ. പക്ഷെ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് പഠിത്തം കഴിഞ്ഞ് ഇന്റർവ്യൂവിന് ചെന്നു, എല്ലായിടത്തും റിജക്ട് ചെയ്തു. അവസാനം ആ ചേട്ടന്റെ കാലുവെച്ചിട്ട് 5000 രൂപ കൊടുത്തരാ, മംഗളത്തിലൊരു പണി തരുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എന്നിട്ട് പക്ഷെ കല്യാണം കഴിഞ്ഞ മീൻസ് പഠനം കഴിഞ്ഞപ്പോ PG ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ വീട്ടിലെ സിറ്റുവേഷൻസ് അത്ര നല്ലതല്ലാതിരുന്നത് കൊണ്ട് PG ചെയ്തില്ല. ഞാൻ PG ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ചേട്ടൻ എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ് ജോലിക്ക് കയറി ചേട്ടൻ വീണ്ടും ലീഡ് ചെയ്യേണ്ടവരും. അപ്പൊ വീട്ടിലെ സാഹചര്യങ്ങൾ കുറച്ച് മോശമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ PG ചെയ്തില്ല. PG ചെയ്യാതെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, കാരണം എന്റെ ഫ്രണ്ട്സ് എല്ലാവരും PG ചെയ്തു. എന്റെ ബാച്ചിൽ എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ് PG ചെയ്യാത്തയുള്ളൂ. പക്ഷെ ഇപ്പം എന്റെ കൂടെ പഠിച്ച എല്ലാവരും തന്നെ ഈ സെയിം ഇൻഡസ്ട്രിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഈ നമ്മുടെ പ്രസ് അക്കാദമി ഉണ്ടല്ലോ, കേരള പ്രസ് അല്ലേ, കേരള എന്താണ് നമ്മുടെ അപ്പൊ അവിടെ പഠിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ സാഹചര്യം മോശമായതുകൊണ്ട് പഠിക്കാൻ പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് റിസൾട്ട് ഒക്കെ കിട്ടണമെങ്കിൽ മുന്നേ ഒരു സ്ഥാപനത്തിൽ ജോലി കയറി. അതൊരു മാഗസീൻ ആയിരുന്നു, ഒരു ചെറിയ മാഗസീൻ, തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ മാത്രമല്ല, എന്റെ 2-3 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങളൊരു വൈബായിട്ട് എല്ലാവരും. അപ്പൊ എന്നെ ചേട്ടൻ എറണാകുളത്താണ്. അപ്പം പിന്നെ ചേട്ടനെ കാണാൻ അങ്ങനെ ഞങ്ങൾ ഇവിടെ സെറ്റായി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന്
വേറൊരു മാഗസീനിലേക്ക് മൂവ് ചെയ്തു. Move ചെയ്തു. ഞാൻ അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അവൻ എന്നോട് പറഞ്ഞു, ചേച്ചി എന്റെ ചേട്ടൻ ഒരു മാഗസീൻ തുടങ്ങുന്നുണ്ട്, അപ്പൊ ചേച്ചി അതിനകത്തേക്ക് വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ വലിയൊരു മാഗസീനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ചേട്ടൻ ആദ്യം തുടങ്ങി സെറ്റ് ആവട്ടെ, അത് കഴിഞ്ഞിട്ടല്ലേ നമ്മള് കുറച്ചൊക്കെ തിങ്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ആ ചേട്ടനാണ് വരുന്നത് എനിക്കൊന്നും അറിയത്തില്ല. അങ്ങനെ ഞാൻ അവിടെ ഒരു 1.5 വർഷം വർക്ക് ചെയ്തു, പഴയ കമ്പനിയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോ ഞാൻ തന്നെ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്ത് കല്യാണമൊക്കെ കഴിച്ചു. കല്യാണം തന്നെ മാട്രിമോണിയിലേക്ക് ഞാൻ തന്നെ എന്റെ നമ്പർ കൊടുത്ത് മാട്രിമോണിയിലേക്ക് രജിസ്റ്റർ ചെയ്ത് കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് മോനുണ്ടായി 1 വർഷം കഴിഞ്ഞപ്പോ എനിക്ക് കരിയർ റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള തോട്ട് വരുന്നു. അപ്പൊ ആദ്യം വിളിക്കുന്നത് ഇവനെയാണ്, ഏതാ നിന്റെ ചേട്ടന്റെ മാഗസീൻ. അപ്പൊ എന്റെ മനസ്സിൽ അപ്പത്തേക്ക് രംഗോ സംരംഭമൊക്കെ തുടങ്ങി 2 years ആയിരുന്നു. അപ്പൊ എന്റെ മനസ്സിൽ ഞാനന്ന് മൂവാറ്റുപുഴയാണ് ഹസ്ബൻഡിന്റെ വീട്. അപ്പൊ അവിടെ നിന്ന് ഡെയിലി എറണാകുളം വന്നു പോകുമ്പോ എനിക്ക് ഞാൻ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ടൈം ഒരു പ്രശ്നം. അപ്പൊ ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്ത് വേണമെങ്കിൽ എനിക്ക് റീജോയിൻ ചെയ്യാം, പക്ഷെ ടൈം പ്രശ്നമാണ്. ഇതാവുമ്പോ ഇവന്റെ കെയർ ഓഫിൽ രാവിലെ ഇച്ചിരി പയ്യെ ചെല്ലാം, വൈകുന്നേരം ഇച്ചിരി നേരത്തെ വരാം. ഈ പെർമിഷൻ എടുക്കുക എന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം. അങ്ങനെയാണ് ഞാൻ 2018 അവിടെ വന്ന് വീഴുന്നത്. അങ്ങനെ അന്നമ്മ ജേർണലിസ്റ്റ് ആയിട്ട് അന്നമ്മയുടെ പ്രവർത്തനം തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ എനിക്കൊരു യാഥാർത്ഥ്യം മനസ്സിലായി. ഇവർക്ക് ഇതിനെ കുറിച്ച് വലിയ എനിക്കറിയാം എന്തെങ്കിലും അങ്ങനെ ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അപ്പൊ നമ്മൾ ഈ ഷഫിൾ ചെയ്യാന്ന് പറഞ്ഞ പരിപാടി നോക്കൂലോ, എന്തായാലും എഴുത്തിൽ ഇവളെ കൊണ്ട് മുന്നോട്ടൊന്നും പോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായാലും എഴുതാൻ നമുക്ക് വലിയ കാര്യമായിട്ട് ധാരണ ഉണ്ടെന്ന് തോന്നുന്നില്ല, നമുക്കൊന്ന് മാർക്കറ്റിംഗ് പിടിച്ചു നോക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ മാർക്കറ്റിംഗിലേക്ക് വിളിച്ചു. ആദ്യമൊക്കെ പതുക്കെ പഠിച്ചല്ലേ. ആദ്യം മാർക്കറ്റിംഗിലാണ് തുടങ്ങിയത്. ആദ്യം എഡിറ്റോറിയലാണ് തുടങ്ങിയത്. സ്റ്റോറി മുഴുവൻ കസ്റ്റമേഴ്സ് റിജക്ട് ചെയ്തത്, ഇടാൻ പറ്റില്ല. പക്ഷെ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മള് വന്നിട്ട് നമ്മുടെ മുതലാളി എന്ന് പറഞ്ഞ ആളെ കുറിച്ച് നമുക്ക് കുറെ കുറെ സങ്കല്പങ്ങളുണ്ടല്ലോ. അതെല്ലാം മാച്ച് ചെയ്യുന്ന ഒരാളായിരുന്നു. നമ്മളിങ്ങനെ സാറ് കയറി വരുമ്പോ നമ്മൾ എഴുന്നേറ്റ് നിക്കണം, സാറെന്ന് വിളിക്കണം, എഴുന്നേറ്റ് നിക്കണം, റെസ്പെക്ട് ചെയ്യണം. കാരണം അവരും ഇതിനെ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി, ഇതാണ് മുതലാളി, ഇതിനെ ഇങ്ങനെ മുതലാളി അപ്പൊ എന്നെക്കാളും പ്രായക്കൂടുതലുണ്ടായിട്ട് ഞാനന്ന് രംഗുനെ വിളിച്ചുള്ളൂ. രംഗു ചേട്ടാന്ന് പോലെ വിളിച്ചില്ല. ഇതിനെ മുതലാളി ഒന്നും വിളിക്കാൻ പറ്റില്ല. വരുന്നതോ ഒരു പൾസറില്ല. അപ്പൊ ഞാൻ ചിന്തിക്കും, എന്റെ വീട്ടിൽ ഇതിനെക്കാളും വലിയ വണ്ടിയുണ്ടല്ലോ. അന്നൊന്നും എനിക്ക് ഇവരുടെ കഷ്ടപ്പാടും ദാരിദ്ര്യമൊന്നും അറിയത്തില്ല. അന്ന് ഞാൻ വരുന്നത് ഒരു ചെറിയ ഓഫീസ് സ്പേസിലേക്കാണ്, കുഴപ്പമൊന്നുമില്ല, വേറെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ. എനിക്കതില്ല. ഞാൻ വന്നതിന് ശേഷം രംഗൂര് ബൈക്കൊക്കെ മേടിക്കുന്നത്. ഐശ്വര്യ അപ്പോഴാണ് ഞാൻ കാറ് വാങ്ങായിരുന്നായിരുന്നു, ശമ്പളം കൊടുത്ത് ബൈക്കായി. പിന്നെ അങ്ങനെയാണ് സംരംഭത്തിലേക്ക് ജോയിൻ ആവുന്നത്. ബൈക്ക് വാങ്ങിയെന്ന് പറയുമ്പോഴേ 2000 ഞാൻ ആദ്യമായിട്ടൊരു നാളികേര ബോർഡിൽ ജോലി കിട്ടുമ്പോഴാണ് ആദ്യമായിട്ടൊരു ബൈക്ക് വാങ്ങുന്നത്. ഒരു പൾസറാണ് വാങ്ങുന്നത്. അന്നത്തെ ഒരു 150 മോഡൽ പൾസർ. രണ്ടാമത്തെ ആ പൾസർ നിന്ന് പോയപ്പോ എഞ്ചിൻ പിടിച്ച് നിൽക്കുവാന്ന് പറയും. വെള്ളപ്പൊക്കയൊക്കെ വന്നിട്ട് പഴയ പൾസർ ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എഞ്ചിൻ പിടിച്ച് നിൽക്കും. എഞ്ചിൻ ഓയിൽ മാറ്റാതിരിക്കുക, കൃത്യസമയത്ത് സർവീസ് ചെയ്യാതിരിക്കുക തുടങ്ങിയ സാധാരണ മനുഷ്യരുടെ പ്രഖ്യാപിത ദുരന്തങ്ങളിലൂടെ പോകുമല്ലോ. അങ്ങനെ വണ്ടി. രണ്ടാമത് 2 പൾസർ വാങ്ങി. ആ 2 പൾസർക്ക് എറണാകുളം ജില്ലയിൽ എല്ലാ ഭാഗത്തും നിൽക്കും. ഉന്തണം. പകുതി മുക്കാലും മാൻ പവറിലാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്. ഇങ്ങനെ തള്ളുക, ഉന്തുക, അങ്ങനത്തെ പരിപാടികളാണ്. അപ്പൊ ഞാൻ ഒരു വണ്ടി വാങ്ങണം 2010. എന്റെ അപ്പന് ഈ എൻഫീൽഡാണ്. അന്നോട്ട് എനിക്ക് ഈ എൻഫീൽഡിനോട് ഒരു ഭ്രാന്താണ്. എൻഫീൽഡിന്റെ സൗണ്ട് കിട്ടുമ്പോൾ അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹത്തിൽ 2014 തൊട്ട് 5000 രൂപ സെന്റ് മേരീസ് മോട്ടോഴ്സിൽ കൊണ്ടിട്ട് കൊടുക്കും, വീണ്ടും തിരിച്ചു വാങ്ങും, കൊടുക്കും, തിരിച്ചു വാങ്ങും. മറ്റേ മോതിരിടും, മോതിരി പറഞ്ഞ ഒന്നെങ്കിൽ ലോൺ പാസ് ആവില്ല, ലോൺ പാസ് ആകുമ്പോൾ കാശ് ഉണ്ടാവില്ല, കാശിന്റെ ഇങ്ങനെ സംഭവിക്കാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ഒരു വണ്ടി വാങ്ങുവാന്ന് വീട്ടിലൂടെ ലോൺ പാസ്സായപ്പോ വീട്ടുകാരും കൂടെ പറഞ്ഞു എന്നോട്, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇപ്പൊ ഒരു പൾസർ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, ശരിയാ, കാശിന് കളയേണ്ട 4000 രൂപ വെച്ചാൽ EMI 5000 അടുത്ത് വരും, 4000 വരും, അത് കളയണ്ടല്ലോ എന്ന് ചിന്തിച്ചു. അത് കഴിഞ്ഞ് എന്റെ ബ്രദർ ഒരു അവഞ്ചർ വാങ്ങി. അതൊരു അവഞ്ചർ എന്ന് പറഞ്ഞൊരു മോഡൽ ബൈക്ക് ഉണ്ട്. അപ്പൊ എന്നെ പോലെ തന്നെ ഒരു വണ്ടിയാണ് അവനും. അപ്പൊ ഞാൻ ചോദിച്ചു, അവൻ വണ്ടി വാങ്ങണ്ടല്ലോ. അല്ല, അവനൊരു കമ്പനിയുടെ മാനേജറാണ്, നീ സംരംഭമാണ്, അതിന്റെ ആവശ്യം നിനക്കില്ല. അവനൊരു അന്തസ്സും പേരിലേക്ക് അന്തസ്സും ബഹുമാനമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നി, ഈ പണ്ടാരം എന്തായാലും വാങ്ങിയിട്ടേ കാര്യമുള്ളൂ. അങ്ങനെയാണ് ഞാനൊരു എൻഫീൽഡ് വാങ്ങുന്നത്. ഞാൻ എൻഫീൽഡ് വാങ്ങിയപ്പോ നമ്മൾ ചിന്തിക്കുന്ന ചുറ്റുള്ള ആൾക്കാരൊക്കെ സന്തോഷിക്കുന്നതാണ്.
നമ്മുടെ സ്റ്റാഫൊക്കെ പറഞ്ഞത് അന്ന് കുറെ പേരുണ്ടായിരുന്നു. നീ പറഞ്ഞായിരുന്നു ഇല്ല ഞാൻ മാത്രമേ പറയാത്തേ ഉള്ളൂ. ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് ഇവൻ എൻഫീൽഡൊക്കെ വാങ്ങി. ഓക്കെ അപ്പൊ ഞാൻ മനസ്സിലാക്കി നമ്മളിത് വാങ്ങുമ്പോ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നവരുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഒരു ആഗ്രഹം നോക്കി ഞങ്ങള് വാങ്ങിക്കുക എന്ന് നോക്കി ഞാൻ വാങ്ങി. അങ്ങനെയാണ് മാൻ പവറിൽ ഓടുന്ന വണ്ടിയിൽ നിന്ന് മെക്കാനിക്കലി കറക്റ്റായിട്ട് ആക്സിഡന്റ് തിരിച്ചാൽ ഓടുന്ന ഒരു വണ്ടിയിലേക്ക് ഞാൻ മാറുന്നത്. ഇതിപ്പോ പെട്ടെന്ന് പ്ലാൻഡ് അല്ലായിരുന്നു ഈ ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു സംരംഭത്തിന്റെ ഭാഗം? ഇതെങ്ങനെയാണ് ഇതൊരു പാർട്ട്ണറായി മാറിയത്? എങ്ങനെയാ സ്റ്റോറി? അങ്ങനെ മുഴുവൻ കാശ് ഞാൻ മേടിച്ചെടുത്തിട്ട് പാർട്ട്ണർ. ഇതിന് വലിയ സ്റ്റോറി എന്താണ്? വളരെ സിമ്പിൾ സ്റ്റോറിയാണ്. എനിക്ക് കുറെ കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. കൊള്ളാതൊരു മെമ്പർഷിപ്പ് കുറെ സ്വർണ്ണമൊക്കെ ആയിട്ട് വന്നു. മെമ്പർ ഇതൊക്കെ തരൂ. എല്ലാ സ്വർണ്ണം ഇവിടെ സമർപ്പിച്ചു. ഓക്കെ, ഭർത്താവിന് പോലും കൊടുക്കാതെ എല്ലാ സ്വർണ്ണ സംരംഭത്തില് സമർപ്പിച്ചാണ് അങ്ങനെയാണ് പാർട്ട്ണർ ആയത്. ഞാൻ എപ്പോഴും പറയാം, ഞങ്ങൾക്ക് എപ്പോഴും ഒരുപാട് കോള് വരും, ഒരുപാട് സ്ത്രീകള്, ഒരുപാട് ആൾക്കാര്. എന്നിട്ട് ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം ഞങ്ങള് അടിമാലി വരെ പോയി. കട്ടപ്പനയ്ക്ക് പോയപ്പോ അടിമാലിയുടെ നാട്ടിൽ കൂടെ കയറി അങ്ങനെ പോയി. അപ്പൊ ഒരു കുട്ടി വന്ന് പെട്ടെന്ന് എന്നോട് സംസാരിച്ചപ്പോ ആ കുട്ടി വന്നൊരു ജോലി ചെയ്യണം. ആ കുട്ടിക്ക് ഒരു മടി, അതിന്റെ വലിയ കാറിൽ വന്നിരിക്കുന്നു വലിയത്. അപ്പൊ പക്ഷെ എന്നെ പോയി സംസാരിച്ചു. അപ്പൊ എന്റെ ആ കുട്ടിക്ക് ഒരു മടിയുണ്ട്, നമുക്ക് തിരിച്ച് ആടിയാൻ തോന്നിയിട്ടായിരിക്കും. അവർക്ക് അത്രയും സാമ്പത്തികമായിട്ട് എന്തോ ഒരു അന്തരമുള്ളത് കൊണ്ടായിരിക്കും ഞാൻ ചിന്തിച്ചു. അപ്പൊ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കയ്യില് ഞാൻ നോക്കി ഒരു 2 വള, 2 പവന്റെ വെച്ച 2 വള, 4 പവനുണ്ട്. കഴുത്തിൽ വലിയൊരു മാലയുണ്ട്, മിനിമം ഒരു 3 പവൻ, ഒരു പാദസരമുണ്ട്. എല്ലാം കൂടെ ഒരു 10-12 പവൻ ആ കുട്ടിയുടെ ശരീരത്തിലുണ്ട്. പൊതുവെ പെൺകുട്ടികൾ അങ്ങോട്ട് ഒരു ജോലിക്ക് 2000 രൂപയ്ക്കോ 3000 രൂപയ്ക്കോ അതിൽ ഞങ്ങൾ രക്ഷപ്പെടുന്നില്ല എന്ന് സങ്കടപ്പെടും. എനിക്ക് എന്നെ പറയ്ക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1 ലക്ഷം രൂപ ഇല്ലട്ടോ എന്റെ മനു പിടിച്ചെന്താ അതൊരു 1-2 ലക്ഷം രൂപയുടെ സാധനം ഇങ്ങനെ ചിന്തിക്കും. പക്ഷെ ഇവര് ഈ ഒരു ഗോൾഡ് എടുത്തിട്ട് ഇവർക്ക് അറിയാവുന്ന ഒരു മേഖലയില് വെറുതെ കഴുത്തിട്ടുള്ളതൊക്കെ ഉള്ളൂ, ഇതൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്ക്. അപ്പൊ അവർക്ക് ഒരു സംരംഭം തുടങ്ങാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു വരുമാനമുള്ള ഒരു സാധനം ചെയ്യാൻ പറ്റും. പക്ഷെ ആൾക്കാർ അങ്ങനെ ആകാത്തതിന്റെ ഒരു കാരണം, എന്നെ കാണുന്ന ഒരു ക്വാളിറ്റിയും മറ്റു സ്ത്രീകൾക്ക് അത് കിട്ടാത്തതിന്റെ കാരണവും ഈ സ്വർണം വെക്കാനുള്ള മടി, ഈ പണം എടുക്കാനുള്ള പേടി. നിക്ഷേപമാണ്, ഇത് പോയാൽ എന്റെ തലമുറ എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, ഈ വീട്ടുകാരെന്ത് പറയും. ഒരു ഫംഗ്ഷന് വരുമ്പോ ഇപ്പൊ എന്റെ വീട്ടിൽ ആദ്യം ചെല്ലുമ്പോൾ എന്നോട് എല്ലാരും ചോദിക്കും, അയ്യോ കൊച്ചെ കൊലുസ് എന്തി, അയ്യോ മോന്റെ ആ മാല എന്തി, അയ്യോ ഈ സാരിക്ക് അതിട്ടായിരുന്നെങ്കിൽ ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പൊ ആദ്യം ചോദിക്കുമ്പോ ഞാൻ ഇവരുടെ അടുത്ത് പറയും, എനിക്കിത് കംഫർട്ടബിൾ അല്ല, എനിക്കിത് ഇടാൻ ഇഷ്ടമില്ല. അപ്പൊ അന്ന് ചോദ്യങ്ങളൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് പെണ്ണുകളൊന്നും സംരംഭകരാകത്തത്. ഈ ചോദ്യം അങ്ങനെ നിർത്തിയിട്ട് നിങ്ങൾ എന്തിനാ ഈ സ്വർണ്ണോട്ടുണ്ട് നടക്കുന്നത്, നിങ്ങൾക്ക് അത് വല്ല സ്വന്തമായിട്ടൊരു സംരംഭം ചെയ്തുകൂടെ, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തുകൂടെ, ഇതിൽ പഠിച്ചെന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നിടത്ത് കേരളത്തിന്റെ സംരംഭക സംസ്കാരം കുറെ വളരും. കാരണം ഒരു കാരണവര് എന്ത് ചെയ്യുന്നു, ജീവിതകാലം മുഴുവൻ പണിയെടുക്കുന്നു, മകളെ കെട്ടിക്കാൻ നേരത്തെ ഒരു 50 പവൻ സ്വർണ്ണമാക്കുന്നു. ഈ 50 പവൻ സ്വർണ്ണം മകള് ദേഹത്തിടുന്നു, അടുത്ത മകൾക്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വെക്കുന്നു, ഒരു 10 പവനോട് കൂട്ടുന്നു, 60 അല്ലെങ്കിൽ 70 പവനാക്കുന്നു. ഇതിന്റെ പണിക്കൂലിയും പണിക്കുറവും കഴിഞ്ഞ് കുറെ കാശ് നഷ്ടം വരുന്നു. വീണ്ടും അടുത്ത മകൾക്ക് ഈ സ്വർണം കൊടുക്കുന്നു. ഇത് ഒരിക്കലും ഉപയോഗിക്കുന്നില്ല. ഇതെല്ലാ കാലവും സ്വർണ്ണമായിട്ട് കഴുത്തി കിടക്കുകയോ കയ്യിൽ കിടക്കുകയോ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, എവിടെയൊക്കെ ഇരിക്കുന്നു. നല്ല ആൾക്കാരില്ലെങ്കിൽ നല്ല സ്വർണ്ണപ്പണയ സ്ഥാപനങ്ങളിൽ ഇരിക്കും. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇവര് ജീവിതകാലം മുഴുവൻ 10,000 രൂപ ശമ്പളത്തിന് ജോലി ചെയ്യുന്നു. അതൊന്നും മാറ്റി വെച്ചാൽ കുറച്ച് പേർക്ക്, എല്ലാവർക്കും പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവരും സംരംഭകരാകണം, എല്ലാവരും മറ്റേ ഇൻവെസ്റ്റ്, എന്നാലും പറ്റുന്നവരുണ്ട്, അവരത് ചെയ്താൽ നല്ലതായിരിക്കും. അല്ല ഇപ്പൊ ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി മാറി കഴിഞ്ഞേക്കല്ലേ. ആ ഒരു ടൈമിൽ ഗോൾഡ് മേടിച്ച് ലോക്കറി വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും ഒപ്പിന് നമുക്കിപ്പം ഞാനൊരു ലൈഫിൽ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റം, എനിക്കുണ്ടായ ഒരു മാറ്റം അതാണ്. രംഗു എനിക്കൊരു പാർട്ട്ണർഷിപ്പിന്റെ ഒരു ഓഫർ തന്നപ്പോ എന്റെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നുമില്ല. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എന്റെ കയ്യിലൊന്നുമില്ല. എന്റെ കയ്യിൽ ആകെയുള്ളത് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒത്തിരി ഒന്നുമില്ല കേട്ടോ, കുറച്ച് ഗോൾഡാണ്. പക്ഷെ അന്ന് ആ ഒരു ഗോൾഡ് എനിക്ക് സംരംഭം പോലത്തെ വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ സാധിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ഇന്നിപ്പോ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നത്. ഇപ്പൊ ചിലപ്പോ അന്ന് സബ്മിറ്റ് ചെയ്ത ആ ഗോൾഡ്, അല്ലെങ്കിൽ അന്ന് നമ്മള് കൊണ്ടുവന്ന് വിൽക്കുകയും പണയം വെക്കുകയും ചെയ്ത് ഗോൾഡ് ഇപ്പൊ മേടിക്കണം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മേടിക്കാൻ സാധിച്ചേക്കും. പക്ഷെ അന്ന് നമ്മള് ജീവിച്ച സാഹചര്യത്തിലേക്കാളും ഒരുപാട് ജീവിത സാഹചര്യങ്ങൾ മാറി. നമ്മള് കൊച്ചിനെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ച സ്ഥലത്ത് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അന്ന് ഞാനിവിടെ എറണാകുളത്തേക്ക് റെന്റിന് മാറിയായിരുന്നു. സംരംഭത്തിലല്ല, ഞങ്ങൾ ആദ്യം സ്പാർക്കിലാണ് ഒരുമിച്ച് പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2019 അന്ന് ഞാൻ സംരംഭത്തിലെ എംപ്ലോയി ആയിരുന്നു. അപ്പൊ രംഗു ഇങ്ങനൊരു ഓഫർ വെച്ചു, നമുക്കിങ്ങനെ പുതിയൊരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യാം, അപ്പോ നീ പാർട്ണർഷിപ്പിലേക്ക് തന്നെ വന്നോളൂ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഒരു പാർട്ണർഷിപ്പിലേക്ക് വരുന്നത്. അപ്പൊ അന്ന് ഞാനിവിടെ എറണാകുളത്ത് എന്റെ വീട്ടുകാര്, അന്ന് ഹസ്ബൻഡ് വീട് മൂവാറ്റുപുഴയായിരുന്നു.
അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം. മമ്മി ആക്ച്വലി എന്നോട് പറഞ്ഞു നീ ഡെയിലി പോയി വരണമല്ലോ, ബുദ്ധിമുട്ടാണല്ലോ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ എറണാകുളത്തേക്ക് മാറാം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അപ്പൊ അവരവരുടെ സ്വന്തം നാടും വീടും എല്ലാം ഉപേക്ഷിച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ടാണ് എറണാകുളത്തേക്ക് വരുന്നത്. അപ്പൊ അന്ന് ഞാൻ താമസിക്കുന്ന വീട് ഒരു വീടിന്റെ അപ്സ്റ്റെയർ ആണ്. ഫസ്റ്റ് ടൈം കൊച്ചിയിൽ. ഈ നമ്മളിപ്പോ ഇരിക്കുന്ന നിങ്ങളുടെ സ്റ്റുഡിയോ ഫ്ലോറിന് പുറകിലായിട്ട് എന്റെ വീട് കുറച്ച് പോയാൽ. അപ്പൊ ഞാൻ അല്ലാതെ മറ്റേ സ്ത്രീധനം കൂടാതെ ഒരു വിറകിനെടുത്താലോ ഞാൻ ആലോചിച്ചിട്ടുണ്ട് പലപ്പോഴും. എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനെ ഒരു അലമാരി. ഈ അലമാരി ഭയങ്കര സെന്റിമെന്റൽ. ഞാൻ യാഥാർത്ഥ്യം പറഞ്ഞു ഇങ്ങനെ ഒരു അലമാരി പറ്റിയ കാരണവന്മാര് മക്കൾക്ക് മേടിച്ചു കൊടുക്കരുത്. എനിക്ക് മേടിച്ചു തന്നിട്ടില്ല. മടക്കലമാരി വല്ലോണം എന്നെ കൊണ്ടുപോകാൻ. ഞാനിപ്പോ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് അന്ന് ആ കട്ടിലും അലമാരിയും ബെഡും കൂടി ഏകദേശം 2 ലക്ഷം രൂപയായി 2016. അത് കാശായിട്ട് എനിക്ക് തരുക. അല്ല അപ്പൊ ഞാൻ അന്ന് ഇവിടെ വരുമ്പോ ഞാനൊരു അന്ന് 12,500 എനിക്ക് വീടിന്റെ വാടക. 12,500 വീടിന്റെ വാടക. ഒരു വീടിന്റെ മുകളിലത്തെ നിലയാണ്. കാരണം അന്നൊരു ഇൻഡിപെൻഡന്റ് വീട് വാടകയ്ക്ക് എടുക്കാനുള്ള പൈസ എന്റെ ഇല്ല. അപ്പൊ നമ്മള് വണ്ടി നിർത്തുമ്പോ താഴെ വീട്ടിലെ ആൾക്കാരുണ്ട്, എന്നിട്ട് സൈഡിൽ കൂടി ഒരു കോണി കയറി വേണം പോകാനായിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴത്തെ വീട്ടിലെ ഒരു കുഞ്ഞു ബേബി ഉണ്ട്. അപ്പൊ എന്റെ മോന് അന്ന് 1 വയസ്സ് കഴിഞ്ഞു, 2 വയസ്സായി. അപ്പൊ ഞാനിങ്ങനെ പോകുമ്പോ അവൻ മുകളിലത്തെ ചെല്ലി കൂടി ഇങ്ങനെ നോക്കി നിൽക്കും. കാരണം അവനൊന്നും മുറ്റത്തേക്ക് ഇറങ്ങാനുള്ള ഓപ്ഷൻ പോലും ഇല്ല. അവനെ വീടിന് പക്ഷെ നാട്ടിലായിരുന്നെങ്കിൽ അവൻ മുറ്റമുണ്ട്, പറമ്പുണ്ട്, അങ്ങനെ എല്ലാ ഫെസിലിറ്റിയിലും വളർന്നു കുഞ്ഞു. അപ്പൊ എനിക്കത് ഭയങ്കര മാനസിക വിഷമായിരുന്നു. ഇവനിങ്ങനെ ചെല്ലേ കൂടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. ഇല്ലടാന്ന് പറയില്ല, എന്നാലും കളയല്ലേ. പക്ഷെ ഇപ്പൊ നമ്മള് അവിടുന്ന് ജീവിത സാഹചര്യങ്ങൾ മാറി നമ്മള് കുറച്ചുകൂടെ നല്ലൊരു ഇൻഡിപെൻഡന്റ് വീടിന്റെ താഴത്തെ നില നമ്മൾ എടുത്തു. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഫ്രീഡം ആയി. ഞങ്ങളിപ്പോ ഒരു ഇൻഡിപെൻഡന്റ് വീട്ടിലെത്തു. അപ്പൊ നമുക്കത് ഭയങ്കര അത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്താണ് സക്സസ് ആയെന്ന് വെച്ചാൽ അതൊക്കെ നമ്മുടെ ലൈഫിൽ സക്സസ് ആണ്. ഈ ഒരു 7-8 വർഷം കൊണ്ടുണ്ടായ മാറ്റങ്ങളാണ് ഇതൊക്കെ. നല്ലൊരു വണ്ടി വാങ്ങാൻ സാധിച്ചു നമുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വാച്ചും ബാഗും ചെരുപ്പൊക്കെ. കാരണം എന്റെ വീട്ടിലെ സാഹചര്യത്തില് ഞങ്ങളുടെ ഫാമിലി മാത്രമാണ് കുറച്ച് മോശം സാഹചര്യത്തിൽ കാണുന്നത്. അപ്പൊ നമ്മുടെ ബാക്കി റിലേറ്റീവ്സ് ഒക്കെ നല്ല ചെരുപ്പിട്ട് അപ്പൊ എനിക്ക് മിക്കപ്പോഴും ഇവരുടെ പഴയതാ കിട്ടാറില്ല. ഞാൻ ഇപ്പോഴും ഓർക്കണം, എന്റെ വീടിന്റെ അടുത്ത് ഒരു എലിസബത്ത് ആന്റി ഉണ്ട്. ആന്റിയാണ് എന്നെ പ്രസംഗമൊക്കെ കൊച്ചിനെ പഠിപ്പിച്ചത്. അപ്പൊ അവരുടെ പറമ്പിലാണ് പറമ്പില് പുല്ല് വെട്ടി. നമുക്ക് പറമ്പുണ്ട്, പക്ഷെ എന്റെ മമ്മിയൊക്കെ പശുവിനെ വളർത്തും. അപ്പൊ അവിടെ ഒരു മരിയ ചേച്ചി ഉണ്ട്. മരിയ ചേച്ചി ഇപ്പഴിങ്ങനെ എന്റെ സ്റ്റോറിക്കും സ്റ്റാറ്റസിനൊക്കെ കമന്റ് ഇടുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കാറുണ്ട്. കാരണം മരിയ ചേച്ചിക്ക് കുറേ ഡ്രസ് ഉണ്ട്. അപ്പൊ ശനിയാഴ്ച ക്ലാസ്സില്ലാത്തത് കൊണ്ട് ശനിയാഴ്ച മമ്മി പുല്ല് കുടിക്കാൻ പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകും. എന്നിട്ട് എന്നെ മരിയ ചേച്ചിയുടെ കൂടെ വീട്ടിലിരുത്തി. അപ്പൊ ഞാൻ ചെല്ലുന്ന മാസത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 മാസം കൂടി മരിയ ചേച്ചി ഓർക്കണ്ടോന്നും എനിക്കറിയില്ല, ചേച്ചിയുടെ വാർഡ്രോബ് ക്ലീൻ ആക്കും. അപ്പൊ ഈ വാർഡ്രോബ് ക്ലീൻ ആക്കുമ്പോ കുറേ ഡ്രസ്സ് ചേച്ചിക്ക് പാകാല്ലാത്തത് വരും. അതെനിക്ക് തരും. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ എന്റെ ഒരു ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, ഒരു റെഡ് സാറ്റിനും കൊണ്ടൊരു ഫ്രോക്ക്, എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു വൈറ്റ് നെറ്റ് വെച്ചിട്ടൊരു ഷ്രെഡ്സ് ഒക്കെ വെച്ചിട്ട് ചേച്ചി തന്നെ ഡിസൈൻ ചെയ്തൊക്കെയാ. അപ്പൊ അതൊക്കെ എന്റെ കുറെ നാളെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവന് ഞാൻ എന്റെ അനിയത്തിമാർക്ക് കൊടുക്കും. അപ്പൊ ഇപ്പൊ പക്ഷെ നമുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടത് മേടിക്കാൻ പറ്റുന്നു. അപ്പൊ ആദ്യം എന്നെ ചോദിച്ചില്ലേ സക്സസ് ആയത്. ഞാനിങ്ങനെ മരിയ ചേച്ചിയുടെ സ്റ്റാറ്റസ് ഫോട്ടോ കാണുമ്പോ ആലോചിക്കും എന്തോരം ഡ്രസ്സ് ചേച്ചിയുടെ അടുത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ കുറെ കാലം മുന്നോട്ട് പോയത്. ഇപ്പൊ എലിസബത്ത് ആന്റി ആണെങ്കിലും ഇപ്പൊ കാണുമ്പോ പറയും ഭയങ്കര സന്തോഷമാണ് മോളെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോ. അത് നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഇപ്പൊ ഈ സംരംഭത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പൊ സ്വർണം ആകെ ഉള്ള ഒരു സ്വർണ്ണമാണ്, അല്ലെങ്കിൽ ആകെ ഉള്ള നമ്മുടെ ഒരു മൂലധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗോൾഡ് ആയിരുന്നു. അപ്പം അതേ സംരംഭത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ആ ഒരു കോൺഫിഡൻസ് എന്തായിരുന്നു ചേട്ടനിലെ കണ്ട്? നമ്മൾ ഒരു സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ഒരു ഉറപ്പ് വേണം. ഒന്നെങ്കിൽ ചേട്ടനിലാകാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ ഞാൻ മനസ്സിലാക്കി ഇവിടെ പറ്റിച്ചപ്പോഴാണ്. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ആരെങ്കിലും ചെയ്യൂ? എന്നെ ഒരു 10-30 പവനിങ് ചേട്ടന് അടുത്തറിഞ്ഞാൽ ചിലപ്പോ നമുക്ക് അറിയില്ലല്ലോ. അതാ ഞാൻ ആരെങ്കിലും ചെയ്യുന്നത് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഞാൻ 2018 ജൂലൈയിലാണ് സംരംഭത്തിൽ ജോലിക്ക് വരുന്നത്.
അപ്പൊ അത് കഴിഞ്ഞ് എന്നെ മാർക്കറ്റിംഗ് പഠിപ്പിച്ചത് രംഗുവാ. അപ്പൊ ഒരു കസ്റ്റമറുടെ അടുത്ത് പോകുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നതും കൂടെ കൊണ്ടുപോയി നമ്മളെ കാണിച്ചു തന്നതും നമ്മുടെ പുറകെ വന്ന കുട്ടികളെ നീ ഇത് പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് നമുക്കൊരു സ്പേസ് തന്നത് രംഗുവാണ്. അപ്പൊ ഞാൻ എന്റെ എല്ലാ വിശേഷങ്ങളും വീട്ടിൽ പോയി പറയും. നമ്മൾ പണ്ട് സ്കൂളിൽ പോയിട്ട് വന്നിരുന്ന പപ്പയുടെ മമ്മിയുടെ പറഞ്ഞ വീട്ടിൽ പോയിട്ട് എല്ലാ വിശേഷങ്ങളും പറയും. അപ്പൊ രംഗുവിനെ കുറിച്ച് പറഞ്ഞു രംഗുവിനെ വല്ലപ്പോഴും കാണുന്നുണ്ടെങ്കിലും എന്റെ ഹസ്ബൻഡൊക്കെ രംഗു എന്ന് പറഞ്ഞ ആളെ കുറിച്ച് ഒരു രൂപം കിട്ടി. 2019 ഞാൻ സംരംഭത്തിലുണ്ടായ ഒരു ഈഗോ ക്ലാഷിന്റെ പേരിൽ സംരംഭത്തിൽ നിന്ന് ജോലി റിസൈൻ ചെയ്യാൻ നിൽക്കുകയാണ്. ബേസിക്കലി അവിടെ നിന്നാണ് ഇതിന്റെ ഒരു മാറ്റം വരുന്നത്. അപ്പൊ ഞാൻ വേറെ ജോബുകൾ നോക്കി തുടങ്ങി. കാരണം അപ്പത്തേക്കും ഞാൻ ഈ സാലറി സാലറി മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഇൻസെന്റീവ് മേടിക്കുന്നുണ്ടായിരുന്നു. ആ ധൈര്യത്തിലാണ് വീടിന്റെ വാടകയൊക്കെ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് അവരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അത് 2019 ഫെബ്രുവരിയിലാണ്. മാർച്ച് ആയപ്പോഴേക്കും എനിക്ക് ഈഗോ ക്ലാഷ് ആയിരുന്നു. എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല സംരംഭത്തിൽ. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഇവിടുന്ന് എന്താണെങ്കിലും ഇറങ്ങാൻ, എനിക്ക് ഇവിടെ ഒരു രീതിയിൽ നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ രംഗുവിനോട് ഞാൻ പറഞ്ഞു, രംഗു എനിക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. കാരണം രംഗു എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവരുടെ ഫൈറ്റ് ചെയ്യുന്ന മാനേജ്മെന്റിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരു എനിക്ക് കിട്ടുന്ന ഒരു പ്രഷറുണ്ട്. മാനേജ്മെന്റിന് ഒരുപാട് സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് രംഗു എന്നോട് പറഞ്ഞു, അനമ എന്താണെങ്കിലും നീ ടെൻഷൻ ആവണം. കാരണം നിന്നെ പണി പഠിപ്പിച്ച് നിന്നെ ഇത്ര ആക്കി ഈ മാർക്കറ്റിംഗ് മേഖലയിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ എന്താണ് ഇതിനെ ഞാൻ പാതി വഴിയിൽ ഉപേക്ഷിക്കില്ല. അപ്പൊ നമുക്ക് എന്താണെങ്കിലും ഒരു കാര്യം പ്ലാൻ ആക്കാൻ വേണ്ടി പറഞ്ഞു. മറ്റേ സലാം കാശ്മീരിലെ ജയറാമിന്റെ എക്സ്പ്രഷൻ അപ്പൊ അന്ന് എനിക്ക് കിട്ടിയ വിശ്വാസത്തെക്കാൾ കൂടുതൽ രംഗു ഒരു 1 hour എന്റെ ഹസ്ബൻഡായിട്ട് സംസാരിച്ചു. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നപ്പോ ഞാൻ ഇവിടുന്ന് ബസ്സിന് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പക്ഷെ ഇവിടെ ഇരുന്നിട്ട് ഹസ്ബൻഡോട് ഫോണിൽ സംസാരിക്കുക. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴേക്കും രംഗു ഹസ്ബൻഡ് പറഞ്ഞു, എടി നീ ടെൻഷൻ ഒന്നും ആവണ്ട, നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം, പേടിക്കൊന്നും വേണ്ട, നമുക്ക് രംഗു എന്തെങ്കിലും പ്ലാൻ ആക്കിയിട്ടുണ്ടാവും. അപ്പൊ എന്നേക്കാൾ രംഗുവിന് വിശ്വാസം ലിൻജോയ്ക്കായിരുന്നു. ഇപ്പോഴും അതെ കേട്ടോ, എന്നേക്കാൾ വിശ്വാസം. ആ വിശ്വാസത്തിലാണ് ഗോൾഡ് കൊടുക്കാൻ സമയത്ത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിലിങ്ങനെ പറഞ്ഞിരിക്കും. വീട്ടിൽ ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. അന്ന് നമ്മുടെ കരിയർ ഒരു ബ്രേക്ക് വന്നു എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കാം. നമ്മള് പുതിയൊരു ജോലി നോക്കുന്നു. അപ്പൊ അന്ന് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല സ്പാർക്ക് തുടങ്ങാൻ. കാരണം അന്നത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ രംഗുവിന്റെ കോണ്ടാക്ട്സ്, അത് നന്നായി യൂസ് ചെയ്യാൻ പറ്റി. അവിടെ എനിക്ക് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് കിട്ടിയായിരുന്നു. എന്റെ ലൈഫിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് വലിയ വലിയ ആൾക്കാരായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടാവും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ സ്പാർക്കിന്റെ ഒരു 4ാമത്തെ ഷൂട്ടിലാന്ന് തോന്നുന്നു, അർജുന നാച്ചുറൽസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓണർ കുഞ്ഞിച്ചൻ ചേട്ടൻ വന്നു. അപ്പൊ രംഗു എന്നോട് പറഞ്ഞു, എടി നീ ഒന്ന് ആളെ ഡീൽ ചെയ്യുക. അപ്പൊ ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിപ്പോയി. കാരണം ഞാൻ അതുവരെ അങ്ങനെ വലിയ വലിയ ക്ലയൻസ് ആയിട്ടൊന്നും ഡീൽ ചെയ്തിട്ടില്ല. അപ്പൊ എനിക്കത് ഭയങ്കര ഒരു ടെൻഷനേക്കാൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. കാരണം ആ രംഗുവിന്റെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ക്ലയന്റിനെ ഹോൾഡേയില് താഴെ ചായ കുടിച്ച ആളെ ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് ഇരുത്താൻ വേണ്ടിട്ട് എന്നെ വിടുക എന്ന് പറയുമ്പോൾ എനിക്കത് ഒരാളോട് പറഞ്ഞാൽ എന്റെ അന്നത്തെ ഫീലിങ്സ് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്കത് ഭയങ്കര കോൺഫിഡൻസ് ആണ്. അപ്പൊ എനിക്ക് അന്ന് മനസ്സിലായിരുന്നു ഞാൻ സംരംഭത്തിലേക്ക് വരുമ്പോൾ ഞാൻ എപ്പോഴും ഞങ്ങൾ തമാശക്ക് പറയും, ഈ കോളർ ടീഷർട്ട് ഇല്ലേ, ഈ ടീഷർട്ട് ഇട്ടിട്ട് ഫോർമൽ പാന്റിന്റെ കൂടെ ഇൻസേർട്ട് ചെയ്ത് വള്ളിച്ചെരുപ്പ് ഇട്ട് നടന്നവനാണ് ഇവന്ന് കളിയാക്കി പറഞ്ഞു. അപ്പൊ പക്ഷെ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു രംഗുവിന് കോണ്ടാക്ട്സ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഇത്രയും വലിയ ആളുകളായിട്ട് രംഗുവിനൊരു ബന്ധമുണ്ടെന്നോ. ഇവര് രംഗുവിനെ അവരുടെ ഒരു അനിയനെ പോലെയോ അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു സംരംഭകനെ കൈപിടിച്ച് ഉയർത്തുന്ന പോലെ ഒരു ഫീൽ രംഗുവിന് കൊടുത്തത് അന്ന് എനിക്ക് അറിയില്ല. ഈ 2019 മുതലാണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയത്. എന്താ സക്സസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ പറ്റും. 2016 ഈ സംരംഭം തുടങ്ങിയിട്ട് ഞാൻ ആദ്യം കാണാൻ പോകുന്ന ആള് എന്നെ ഭയങ്കര സ്നേഹത്തോടെ വിളിച്ചു. ഞാൻ ഉണ്ടായിരുന്ന പെട്രോളൊക്കെ അടിച്ച് അവിടെ ചെന്നു. തൊടുപുഴയുടെ ഒരു കമ്പനിയാണ്. അത് കുറെ കഥ പറഞ്ഞു. ഇതുപോലെ കുറെ മാഗസീൻസ് ഉണ്ട്. തുടങ്ങിയ ജയിക്കൂല, നീ നല്ല ചായ കുടിക്കും, നിനക്ക് വേണമെങ്കിൽ പണി തരാം, എന്നിട്ട് പോയിക്കോ, ഇതൊന്നും ചോദിച്ചു വരണ്ടെന്ന് പറഞ്ഞു. കുറെ പേര് സപ്പോർട്ട് ചെയ്തപ്പോൾ ആദ്യത്തെ ഒരു 10 പേര് ഇങ്ങനെയായിരുന്നു. ഒരു 10 അല്ല 20 പേരോളം നോയായിരുന്നു. ആദ്യം പോയി 20 സ്ഥലത്ത് നോ കേട്ടു. ഇതിന് ജയിക്കില്ല എന്ന് പറഞ്ഞു. സ്പാർക്ക് തുടങ്ങിയപ്പോ എല്ലാവരും എന്നോട് പറഞ്ഞു, 30 മിനിറ്റിന് മുകളിലുള്ള ഒരു ഇന്റർവ്യൂ ആര് കാണാനാണ്, ഒരു മനുഷ്യനും ഇത് കാണില്ല എന്ന് പറഞ്ഞു. കൂടെ വന്ന സ്റ്റാഫ് അടക്കം പലരും പലരും നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആൾക്കാരും എന്ത് ചെയ്യും, ഇത് ചെയ്യില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോ ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് വന്നിട്ട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയ ഒരു സ്റ്റാഫ് വന്ന് പറയുന്നുണ്ട് സംരംഭമാക്കിയത് ഞാനാണ്,
അപ്പൊ സംരംഭത്തെ അംഗീകരിച്ചില്ല, നമ്മൾ അംഗീകരിച്ചില്ലെങ്കിലും സംരംഭത്തെ അംഗീകരിച്ചില്ല. സംരംഭത്തെ സംരംഭമാക്കിയത് ആളാണ്, ആളുടെ ഐഡിയയിലാണ് സംരംഭം മൂവ് ചെയ്തതെന്നൊക്കെ എല്ലാവരും പോയി പറഞ്ഞു. അത് ഇരുത്താനൊന്നും പോയില്ല. അവന് 2 പണി കിട്ടുന്ന ഇത് കാണിച്ചിട്ടാണ് വർക്ക് ഉണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു കാലം മുഴുവൻ എല്ലാ മനുഷ്യരും വന്നിട്ട് പറഞ്ഞു എന്താണ് വിജയിക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ആൾക്കാർ എന്ത് ചെയ്യാണ്, നമ്മൾ സാധനം ഹിറ്റാക്കി അല്ലെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ മോഡലാക്കി കഴിഞ്ഞപ്പോ ആൾക്കാര് പോയി പറഞ്ഞത് എന്താ, സംരംഭത്തെ സംരംഭമാക്കിയത് നമ്മളാണ്, എന്റെ കൺസൾട്ടൻസിയിലാണ് സംരംഭം പോയത്, ഞാനായിരുന്നു എന്റെ എല്ലാ ഫിനാൻഷ്യൽ സാധനങ്ങളും ചെയ്തത്, അവരെ സപ്പോർട്ട് ചെയ്തത്, ക്ലയന്റിനെ കൊടുത്തത്, സ്ട്രാറ്റജി ബിൽഡ് ചെയ്തത് പറയുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാര് പോയിട്ട് പറയും സംരംഭത്തെക്കാൾ നല്ലൊരു ഇവന്റ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്, സംരംഭത്തെക്കാൾ സ്പാർക്കിനേക്കാൾ നല്ല കുറെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറയും. അപ്പൊ അത് ഒരു സക്സസ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം എന്റെ രൂപം കാരണം പന്ന പറഞ്ഞോളൂ, ഞാൻ ഇങ്ങനത്തെ ഒരു രൂപത്തിലാണ് നടക്കുന്നത്. കാരണം എനിക്ക് മറ്റു സാധനങ്ങൾ നല്ലതല്ല എന്ന് അറിയില്ലാത്തത് കൊണ്ടല്ല, ഇത് മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ടാണ്. കാരണം ഇവർക്ക് ശമ്പളം കൊടുക്കണം, ഇതുപോലെ കുറെ പേർക്ക് നേർന്ന് ശമ്പളം കൊടുക്കണം. അപ്പൊ നമ്മൾ കാര്യവും ശമ്പളം ആദ്യം കൊടുക്കാന്ന് പറയുമ്പോൾ തന്നെ കാര്യം നമ്മൾ അത് കൊടുക്കാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കാര്യമായിട്ടാണ്. അപ്പൊ നമ്മളിൽ കാശില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മളെ പലരും ഈ രൂപം കണ്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നാമത് ഞാൻ 60 കിലോയേ ഉള്ളെന്ന്, വലിയ ഭക്ഷണമൊന്നും വെച്ച് തടിയൊന്നും വെച്ചിട്ടില്ല. ഈ 60 കിലോയും അതില് ഒരു തരത്തിലും ചേരാത്ത ഡ്രസ്സുമായിട്ട് ചെന്നപ്പോഴൊക്കെ എന്നെ പലരും മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഡ്രസ്സ് നോക്കിയിട്ട് ഒരുപാട് പേര് മാറ്റി നിർത്തും. വലിയ സംരംഭകർ ഫയർ നോക്കിയിട്ടാണ് നിർത്തുന്നതെങ്കിൽ ഒരു മീഡിയം ലെവലിലുള്ള ആൾക്കാർ 90% പേര് നമ്മുടെ ഡ്രസ്സ് നോക്കിയിട്ടാണ് നമ്മൾ എൻട്രി ചെയ്യണോ അല്ലെങ്കിൽ അത്. അപ്പൊ ഞാൻ ആദ്യമേ ചെല്ലും, ഇവർ പറയുന്ന സമയത്തിന് മുന്നേ ചെല്ലും, ആദ്യം കയറാന്ന് വിചാരിച്ചിട്ട്. അവർ പോകാൻ നേരത്തെ ഒരു ഭിക്ഷക്കാരനോട് കാണുന്ന പോലെ നമ്മളോട് പറയും അടുത്ത ദിവസം വരുമ്പോ എന്ന് പറയും. ആ ഒരു സാധനത്തിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ ആൾക്കാർ എന്താ പറയുന്നത്, രംഗൂനെ നമുക്ക് അറിയാട്ടോ, നമ്മുടെ ഒരു സുഹൃത്താണ്, അല്ലെങ്കിൽ സംരംഭത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഞാൻ ഇല്ലായിരുന്നു കേട്ടോ എന്ന് പറയും. അത് ഭയങ്കര അഭിമാനം. ഈ ഒഴിവാക്കി വിട്ടിയ എല്ലാ ആൾക്കാരും കൂടെ നിർത്തുന്ന ഒരു സക്സസ് അതെ അതെ. എനിക്ക് ഇത് പറഞ്ഞപ്പോ ലക്കി ഭാസ്കറിലെ ദുൽഖറിന്റെ ഒരു സീനില്ലേ, മറ്റേ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി ആദ്യം സ്വർണ്ണക്കടയിൽ പോയപ്പോഴത്തേനും ആദ്യം സാധാരണ ഡ്രസ്സ് ഇട്ടപ്പോഴത്തേനും അവരെ പറഞ്ഞിട്ടിട്ട് പിന്നെ എല്ലാം അങ്ങനത്തെ ഭയങ്കര ഗൂസ് മൊമെന്റ്സ് കുറെ ഞങ്ങളുടെ ലൈഫിൽ എനിക്ക് അത് ഇപ്പൊ ഇനി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ സീനും ചേട്ടൻ പറഞ്ഞ ഈ സ്റ്റോറിയാണ്. അതെ, അതിൽ ഞാൻ എന്നെ ഒരാൾ ഭയങ്കരമായിട്ട് ഞാൻ ചെയ്തപ്പോഴേക്കും കുറെ സാധനമൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആക്കി. അപ്പൊ പുള്ളി വിചാരിച്ചു ഞാൻ അങ്ങോട്ട് അമ്പേ തകർന്നു പോയി എന്ന് വിചാരിച്ചു കാണുമായിരിക്കും. ആ ക്ലയന്റ് കൂടെ വന്നിട്ടില്ല. അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു, നിങ്ങൾക്കും ഉണ്ടായിരുന്നു ഇതുപോലെ തുടങ്ങിയ ഒരു കാലം. നിങ്ങൾ ഒറ്റയടിക്ക് കസേര കയറി ഇരുന്നതല്ലല്ലോ, ഞാനും ഇതുപോലെ തുടങ്ങുകയാണ്. അന്ന് നിങ്ങൾ നിങ്ങളുടെ സംരംഭത്തോട് അനുകമ്പ കാണിച്ചവരും മുന്നോട്ട് വന്നവരും ഉണ്ടായിരുന്നു, നിങ്ങളെക്കാൾ നല്ലവരുണ്ടായിട്ട് ഞാനും നിങ്ങളെപ്പോലെ ആകും എന്ന് പറഞ്ഞു. അത് നമുക്ക് പറയാൻ അതൊരു കോൺഫിഡൻസിന് കുറവൊന്നുമില്ലായിരുന്നു കേട്ടോ. കാണുന്ന ഒരു ഭംഗിയില്ല, രൂപമില്ല, ഒന്നുമില്ലെങ്കിലും ജയിക്കും ഉറച്ച വിശ്വാസമായിരുന്നു. ജയിക്കുന്നല്ല, ഇതെങ്ങനെയാണ് ഇതുകൊണ്ട് മുന്നോട്ട് പോകുള്ളൂ, വിശ്വാസം മാത്രമല്ല വേറൊരു വഴിയില്ല. പെയിന്റ് അടിക്കാൻ വേണ്ടി പോയി, അത് നേരെ ചുവനെ മറ്റേ ബ്രഷിന്റെ പാട് വെച്ച് പെയിന്റ് അടിക്കാൻ അറിയത്തില്ല, AC പിടിപ്പിക്കാൻ വേണ്ടി പോയി. പക്ഷെ അതിന് മറ്റേ കോപ്പറിന്റെ ലെങ്ത് ഒക്കെ എടുത്ത് വരുമ്പോഴേക്കും അത് നടക്കുന്നില്ല. എല്ലാ പരിപാടിയും ചെയ്തു നോക്കി നടക്കുന്നില്ല. ആകെപ്പാട് കാറ്ററിംഗിന് പോയി, കാറ്ററിംഗിന് ഞാനൊരു സമയത്ത് ചെയ്ത കാറ്ററിംഗിന് പോയി കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ശരിയാണോന്ന് ചോദിച്ചു വീട്ടുകാര്. നോക്കൂ എല്ലാം ശരിയാണെന്ന് പറഞ്ഞു. അവസാനം സദ്യ വിളമ്പാൻ നേരത്തിലാണ് സാമ്പാർ അതിലില്ല. അപ്പൊ ചെയ്യാൻ അറിയാവുന്നൊരു പണി ബാക്കി എല്ലാം പണി ഫ്ലോപ്പായിരുന്നു, ചെയ്ത് നോക്കിയിട്ടുണ്ടല്ല. പണ്ട് ആകെ ജയിച്ചേക്കുന്ന ഒരു പണി എനിക്ക് ആദ്യം ശമ്പളം നമ്മുടെ ചാച്ചന തോമസ് നാട് കരിമാറത്തെ ചാച്ചന. അപ്പൊ മൂപ്പരൊക്കെ 600 ആയിരുന്നു ശമ്പളം, അത് 10 കൊടുത്തതിനാ. കൃത്യമായിട്ട് നമ്മുടെ ജീവിതം പണി 10 രൂപമായിട്ട് അങ്ങനെ ഓട്ടോമാറ്റിക്കലി റിലേഷൻ. പിന്നെ കച്ചവടം ചെയ്യാൻ പറ്റുമെന്ന് അപ്പന്റെ കടയിൽ പോയിരുന്നപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ അതിൽ ഞാൻ ഭയങ്കര വിജയമൊന്നുമില്ലായിരുന്നു. 100 രൂപയുടെ സാധനം 150 രൂപയ്ക്കൊക്കെ വെക്കുമായിരുന്നു. അപ്പൊ പറഞ്ഞ പോലെ ഭയങ്കര ലാഭമൊന്നുമില്ലാലും മുതൽ വിറ്റ് തീർക്കാനെങ്കിലും ഒരു ലാഭത്തിലൊക്കെ വിറ്റേർക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ നിൽക്കുവാണല്ലോ, ഈ സംരംഭത്തിന്റെ 2 ഫൗണ്ടേഴ്സ് ആയിട്ട് നിങ്ങൾ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിക്കുകയാണ്, ഈ സംരംഭത്തിന്റെ പാർട്ട്ണർ ആവുന്നതിന് മുന്നേയും ആയി കഴിഞ്ഞിട്ടും ചേച്ചിയിൽ വന്ന ഒരു വ്യത്യാസം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ക്യാരക്ടറിൽ വന്ന ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. അതിന് മുന്നേ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇവ പഠിപ്പിച്ചതൊന്നുകൂടെ പറയും, അംഗീകരിക്കാൻ പറ്റത്തില്ല. പോസിറ്റീവും പറയണം നെഗറ്റീവും പറയണം. പോസിറ്റീവ് എന്ന് വെച്ചാലേ ആദ്യം നെഗറ്റീവ് നെഗറ്റീവ് എന്ന് വെച്ചാൽ അല്ല, ഇങ്ങനെ ഒരു ട്വിസ്റ്റും കൂടെ തരാം. പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഓഫീസിലൊക്കെ ഒരു കാര്യം വന്നു, ഇപ്പൊ ഒരു സ്റ്റാഫ് ഇങ്ങനെ അതാണെന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു അനുകമ്പാപൂർണമായ മറുപടി ആയിരിക്കും ചിലപ്പോ അവർ ഉദ്ദേശിക്കുന്നത്. കാരണം നടക്കില്ല കേട്ടോ. അപ്പൊ അത്
ഒരു സംരംഭക എന്ന രീതിയിൽ വേണ്ടതാണ്. പക്ഷെ ഒരു മനുഷ്യനായിട്ട് മനുഷ്യത്വം കൂടുതലാ. തോറ്റു പോകുന്നതാണ്. നമ്മുടെ ഉണ്ടോ ഇല്ലയോ, നമ്മൾ ചിലയിടത്ത് ഞാനും പ്രതികാരം കാണിക്കും. അനാവശ്യമായിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ മനുഷ്യരാണ്. പ്രതികാര ബുദ്ധി, ദേഷ്യം, വാശിയൊക്കെ എനിക്കുമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ചിലയിടത്തൊക്കെ നമുക്കൊരു അനുകമ്പ വരും. ആ അനുകമ്പയുടെ അഭാവം കുറവുണ്ട്. പക്ഷെ അന്നെനിക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അനുകമ്പയുണ്ട്. അതെല്ലാവരോടും കാണിക്കാൻ എന്ത് ചെയ്യുന്നില്ല, പറ്റാറില്ല. അപ്പൊ അതൊരു പ്രശ്നമായിട്ട് തോന്നാറില്ല. ഒന്ന്, രണ്ട്, ഈ എപ്പിസോഡ് അവസാനിക്കുന്നില്ല. എന്റെ നെഗറ്റീവ്സ് പറയുന്നത് ഈ എപ്പിസോഡ് കണ്ടിന്യൂ. ഞാൻ എപ്പോഴും പറയുന്നത് നമ്മളൊന്ന് തിരുത്തണം. നിന്റെ അപ്പനാണ് മുന്നിൽ വന്ന് നിൽക്കണമെങ്കിൽ നീ അങ്ങനെ പറയൂ. അല്ലെങ്കിൽ അപ്പൊ അവൾ പറയും കച്ചവടത്തിൽ അങ്ങനെ ചെയ്യേണ്ടേ എന്നൊക്കെ ചോദിക്കും. കച്ചവടത്തിന്റെ മാനേജ്മെന്റ് തിയറി പ്രകാരം അത് ശരിയാണ്. പക്ഷെ മാനേജ്മെന്റിന് അപ്പുറത്താണ് മനുഷ്യൻ എന്ന തിയറി പ്രകാരം. അതുകൊണ്ടാണ് ബ്രേക്ക് ചെയ്തോട്ടെ. എന്റെ അപ്പനോട് ഞാൻ പറയും കേട്ടോ, ആരായാലും കുഴപ്പമില്ല, ഞാൻ പറയാനുള്ള മാനേജ്മെന്റ് തിയറി പ്രകാരം തന്നെ ശരിയാണ്. മാനുഷിക മൂല്യങ്ങൾ വെച്ചിട്ട് അത് തെറ്റാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു മിക്സിൽ നിൽക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്റെ ഒപ്പീനിയൻ ആണ്. ഒരു കച്ചവടം ചെയ്യുന്ന ഇപ്പൊ വലിയ ട്രെയിനേഴ്സിനോടൊക്കെ ചോദിച്ചാൽ അവര് പറയും നല്ല ചെയ്തായിരിക്കും ശരി, എനിക്ക് പറയാൻ തെറ്റാണെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് എന്നോട് എല്ലാവരും പറയും ഞാൻ ലോജിക്കലാണ്, എന്റെ ബിസിനസ് എനിക്കറിയില്ല, ഡിപ്ലോമാറ്റിക് ആണ്, അല്ല ഡിപ്ലോമാറ്റിക് ആണ്, ഞങ്ങൾക്ക് ലോജിക്കലാണെന്ന് പറയും. പക്ഷെ എനിക്ക് ആ ലോജിക്കലായിട്ട് എന്നെ ഇരിക്കുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടം തോന്നാറുണ്ട്. അങ്ങനെ അവിടെ ഞാൻ പറയാറുണ്ട്. പക്ഷെ എന്നെ ഇതുവരെ അങ്ങനെ ആയിട്ടില്ല. പോസിറ്റീവ് എന്ന് വെച്ചാല് നമ്മൾ അല്ല അത് ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ് ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നു, ഞാനും അന്നയും കൂടി ഇരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരേ കാര്യമാണ് പറയുന്നതെങ്കിലും അന്ന ചിരിച്ച് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര ഇടിച്ചു കയറി നിന്ന് സംസാരിക്കാനുള്ള ഒരു കഴിവ് എന്നൊക്കെയാണ്. അത് ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് സാധനമാണ്.